ക്ലാസ്സിൽ പഠിക്കുന്നു. ആധുനിക കവയിത്രത്തിലൊരാളായ കുമാരനാശനെ കുറിച്ചാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിനു തുറക്കം കുറിച്ച കവിയാണ് എൻ കുമാരനാശാൻ. ആശയഗംഭീരൻ, സ്നേഹകായകൻ എന്നീ വിശേഷങ്ങളുള്ള അദ്ദേഹം ആധുനിക കവിത്വത്തിലെ ഒരാളാണ്. 1873 ഏപ്രിൽ 12 തിരുവനന്തപുരത്ത് ചിറയൻകീഴ് താലൂക്കിൽ കായിക്കര ഗ്രാമത്തിൽ നാരായണൻ പെരുങ്ങാടിയുടെയും കാളിയമ്മയുടെയും രണ്ടാമത്തെ മകനായി ജനിച്ചു. ചെറുപ്പത്തിൽ വളരെ കുസൃതിയായിരുന്ന കുമാരനാശാന്റെ യഥാർത്ഥ പേര് കുമാരു എന്നാണ്. സംസ്കൃതവും വേദാന്ത പുരാണങ്ങളും പഠിച്ച കുമാരനാശാൻ 1891 ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായി. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ ഒരു വ്യക്തിയാണ് കുമാരനാശാൻ. 1907 വീണപ്പൂ എഴുതി. മലയാള ഭാഷാ സാഹിത്യത്തിലെ ഒരു നാഴികക്കല്ലാണ് ഈ കൃതി. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് വീണപ്പൂവ്. ചണ്ഡാല ഭിക്ഷുകി, കരുണ എന്നീ കാവ്യങ്ങൾ അദ്ദേഹത്തെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ബുദ്ധമതവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. നളിനി, ലീല, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, പുഷ്പവാടി, മണിമാല, വനമാല, ബാലരാമായണം, ശ്രീബുദ്ധചരിതം, വിചിത്ര വിജയം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാന രചനകൾ. 1924 ജനുവരി 16 പല്ലനായാറ്റിൽ വച്ചുണ്ടായ ഒരു ബോട്ടപകടത്തിൽ കുമാരനാശാൻ അന്തരിച്ചു. നന്ദി, നമസ്കാരം.